മക്കളെ എൻ്റെ വീഡിയോ വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് അവിടെ വരുന്നൊരു കമന്റ് ഉണ്ട്, കമ്മീഷനുകളുടെ ക്ലാസ്സസ് ഒന്ന് എടുത്തു തരാമോ എന്ന്. ഞാൻ അവിടെ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കമ്മീഷൻസ് എന്നുള്ള ടോപ്പിക്ക് ഉറപ്പായിട്ടും യൂട്യൂബിലൂടെ എടുത്തു തരുമെന്ന്. അപ്പോൾ എങ്ങനെയാ, പഠിച്ചാലോ? ദാ വന്നോളൂ. നമ്മള് സുപ്രധാന നിയമത്തിൽ നമുക്ക് ഒരുപാട് കമ്മീഷനുകളെ പറ്റിയിട്ട് പഠിക്കാനുണ്ടല്ലേ. വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ തുടങ്ങി ഒരുപാട് കമ്മീഷൻസ് ഉണ്ട്. സോ ഇന്നത്തെ ഈ ഒറ്റ ക്ലാസ്സിലൂടെ ഈ കമ്മീഷനുകളെയൊക്കെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് എന്നോടൊപ്പം ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു മണിക്കൂർ നിങ്ങൾ ആ പഠനത്തിനായിട്ട് വെറുതെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തണ്ട. അതിന് പകരം കൂടെ പഠിച്ചു വരാനായിട്ട് ശ്രമിക്കുക. ഷോർട്ട് നോട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറും പേനയും എടുത്ത് റെഡി ആയിട്ടിരുന്നോളൂ. ആദ്യം തന്നെ നമ്മൾ ഓരോ കമ്മീഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇത് ഭരണഘടനാ സ്ഥാപനം ഏതൊക്കെ കമ്മീഷനുകളുണ്ട്, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള കമ്മീഷനുകൾ ഏതെല്ലാം, അതാണ് നമ്മൾ ആദ്യമേ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇതേപോലുള്ള ഈ ഒരു എക്സാം റിലേറ്റഡ് ചെയ്തിട്ടുള്ള ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും. സോ അത് മറക്കണ്ട. അപ്പോൾ തിരിച്ചു വന്നോളൂ. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ആദ്യം തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്നും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്നുമാണ്. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഭരണഘടനാ സ്ഥാപനങ്ങളാവുമ്പോൾ നമ്മുടെ ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടാകും? ഈ കമ്മീഷന്റെ രൂപീകരണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള കമ്മീഷനുകളെ നമ്മൾ അത് ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറയാറുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് ചില കമ്മീഷനുകളൊന്നും ഭരണഘടനയിൽ അതിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലായിരിക്കും. പകരം അത് എന്താണ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിയമം കൊണ്ടുവരും. ആ നിയമത്തിലൂടെ സ്ഥാപിക്കും. ഓക്കെ, ആ അത്തരത്തിൽ സ്ഥാപിക്കുന്ന ആ കമ്മീഷനുകളെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും ഉണ്ട്. സോ ഇവർ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണെങ്കിൽ, ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ അതിനെ പറ്റി, അതിന്റെ രൂപീകരണത്തെ പറ്റി ഭരണഘടനയിലെ ഏതെങ്കിലും ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടാകും. ഇനി സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണെങ്കിൽ അത് നിലവിൽ വരുന്നതിന് വേണ്ടി ഏതോ ഒരു നിയമം അവിടെ വന്നിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ നമ്മുടെ സിലബസിലേക്ക് വരുമ്പോൾ ഓക്കെ, വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, അങ്ങനെ പലതരത്തിലുള്ള കമ്മീഷനുകളുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വരാം. ആദ്യം തന്നെ ഈ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര തലത്തിലുമുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുമുണ്ട് അല്ലെ. അപ്പോ കേന്ദ്ര തലത്തിലുള്ള വിവരാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, ഇത് രണ്ടും എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇത് സ്ഥാപിച്ചത് 2005 വിവരാവകാശ നിയമപ്രകാരമായതുകൊണ്ട് നമ്മൾ പറയുന്നു ഇത് രണ്ടും എന്ത് സ്ഥാപനമാണെന്ന്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണെന്ന്. ഈ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനത്തിനെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പേര് നിയമപരമായ സ്ഥാപനം എന്നാണ്. നിയമപരമായ സ്ഥാപനം. ചില പരീക്ഷകളിൽ ചില ഓപ്ഷൻസിനകത്ത് നിയമപരമായ സ്ഥാപനം എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓപ്ഷൻസ് കൊടുക്കുന്നത്. പകരം എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി എന്നിങ്ങനെ എഴുതി കൊടുക്കാറുമുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് ഇങ്ങനെ എഴുതി കൊടുക്കാറുമുണ്ട്. ഓക്കെ, രണ്ട് വാക്കുകളും കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. രണ്ടും സെയിം ആണ്. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് മലയാളത്തിൽ എഴുതി കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്ലേറ്റഡ് വെർഷൻ ആയിട്ട് നിയമപരമായ സ്ഥാപനം എന്ന് നമ്മൾ അതിനെ പറയാറുണ്ട്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞു 2005 വിവരാവകാശ നിയമപ്രകാരമാണ് എന്ത് ചെയ്തത് മക്കളെ? കേന്ദ്ര വിവരാവകാശ കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും രൂപീകരിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ അർജന്റ് ആയിട്ട് അല്ലെങ്കിൽ അത് പഠിച്ചിരിക്കേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ വർഷമാണ്. അതായത് ആ ഒരു നിയമം നിലവിൽ വന്ന വർഷം. എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ടോപ്പിക്കൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് അറിയാം ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് കമ്മീഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് മാത്രമാണ്. നമ്മൾ ആ നിയമത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും ആ വർഷം ഒന്ന് നമ്മൾ കൂടെ പഠിച്ചു പോകണം. എന്താണ്? 2005 2005 വിവരാവകാശ നിയമപ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് സ്ഥാപനമാണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ക്ലിയർ അല്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. എങ്കിൽ രണ്ടാമത്തതിലോട്ട് വരൂ. ഇവിടെ
അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷനുമുണ്ട്, ദേശീയ പട്ടികവർഗ കമ്മീഷനുമുണ്ട്. രണ്ടും രണ്ടായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതിന്റെ ചരിത്രവും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഇതൊരു സ്പെഷ്യൽ ഓഫീസർ ആയിരുന്നു, പിന്നീട് അതൊരു മൾട്ടി മെമ്പർ ബോഡി ആക്കി, പിന്നീട് അതിനെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാക്കി, അതിനുശേഷം ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, രണ്ട് ഡിഫറെന്റ് കമ്മീഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ദേശീയ പട്ടികജാതി കമ്മീഷൻ ആയിക്കോട്ടെ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആയിക്കോട്ടെ, ഇതെന്താണ് മക്കളെ? അത് ഭരണഘടനാ സ്ഥാപനമാണ്. മാറിപ്പോകല്ലേ. ഭരണഘടനയിലെ ഏതോ ഒരു ആർട്ടിക്കിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കമ്മീഷനുകളെ പറ്റി, അതിന്റെ രൂപീകരണത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടല്ലേ. സോ ഇതെന്താണ്? ഭരണഘടനാ സ്ഥാപനമാണ്. അങ്ങനെയെങ്കിൽ ദാ നമ്മുടെ കേരളത്തിൽ എന്തുണ്ട്? അവിടെ ഡിഫറെന്റ് ആയിട്ട് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും വേണ്ടി രണ്ട് സ്ഥാപനമല്ല കേരളത്തിലുള്ളത്. ഇവർക്ക് രണ്ടിനും കൂടെ വേണ്ടിയിട്ട് ഒറ്റൊരു കമ്മീഷനാണ് എവിടെയുള്ളത്? കേരളത്തിലുള്ളത്. സോ അത് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് എന്താണ്? അത് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. മക്കളെ തെറ്റിപ്പോകരുത്, ഇവിടെ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഞാൻ പറഞ്ഞത് വ്യക്തമാക്കി ഒന്ന് കേട്ടെ. ദേശീയ പട്ടികജാതി കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ SC ആയിക്കോട്ടെ, നാഷണൽ കമ്മീഷൻ ഫോർ ST ആയിക്കോട്ടെ, പട്ടികവർഗ കമ്മീഷൻ ആയിക്കോട്ടെ, ഇവരെ പറ്റി മാത്രമാണ് എവിടെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തിനെ പറ്റി പറഞ്ഞിട്ടില്ല? സംസ്ഥാനത്തുള്ള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ പറ്റി ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് എന്ത് സ്ഥാപനമാണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ മാറിപ്പോകല്ലേ. അപ്പൊ ദാ നോക്കിക്കേ, നാഷണൽ കമ്മീഷൻ ഫോർ SCയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ നമുക്കറിയാം. ആർട്ടിക്കിൾ 338 ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 338 എന്തിനെ പറ്റി പറയുന്നത്? ഈ ഒരു ദേശീയ പട്ടികജാതി കമ്മീഷനെ പറ്റി പറയുന്നത്. അങ്ങനെയെങ്കിൽ ദാ പറഞ്ഞോളൂ, ദേശീയ പട്ടികവർഗ കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 338A ആണ്. സോ ഇനി നമ്മൾ പറഞ്ഞു കേരളത്തിലത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അതിനർത്ഥം ഏതോ ഒരു നിയമം വഴിയാണ് ഇത് സ്ഥാപിച്ചത്. ഏത് നിയമം? ദാ ഈ ഒരു നിയമം 2007 പോയിന്റ് ശ്രദ്ധിച്ചോണേ, വർഷം ശ്രദ്ധിച്ചോണേ. 2007 പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അല്ല കേട്ടോ, കമ്മീഷൻ നിയമപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കമ്മീഷൻ സ്ഥാപിക്കുന്നത്. ഏത് വർഷമാണ് മക്കളെ? കേരളത്തിലെ SC ST കമ്മീഷൻ എന്ന് മനസ്സിൽ വന്നാൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ ഏത് വർഷം മനസ്സിൽ വരിക? 2007 എന്നുള്ള വർഷം വരിക. 2007 ആ ഒരു നിയമപ്രകാരമാണ്, അതായത് കമ്മീഷൻ നിയമമാണ്, അതായത് കമ്മീഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു നിയമത്തിന് ആ പേര് കൊടുത്തിട്ടുള്ളത് അല്ലേ. സോ ഇത് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ക്ലിയർ ആണോ? ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പക്കയായിട്ടുണ്ടോ? വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ദേശീയ പട്ടികജാതി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിൽ അത് ഭരണഘടനാ സ്ഥാപനവും. കേരളത്തിലെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനവുമാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ദാ അടുത്തതിലേക്ക് പോകുന്നു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അതും ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഓക്കെ അല്ലേ? അപ്പോ ഈ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാകുമ്പോൾ തന്നെ അതവിടെ നമുക്ക് മനസ്സിലാക്കാം, അവിടെ ഏതോ ഒരു നിയമം വന്നിട്ടുണ്ട് അല്ലേ. ഏത് നിയമമാണ് നോക്കിക്കേ? 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരമാണ്. ഓൾറെഡി ഇത് ഒരു ഓർഡിനൻസ് വഴിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിലെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനൊക്കെ വരുന്നത്. പക്ഷേ അത് എന്താണ്? മുൻകാല പ്രാബല്യത്തിലൂടെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, 1992 വർഷം നോക്കിക്കേ. 1992
ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരമാണ് എന്ത് സ്ഥാപിക്കുന്നത്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ഡൗട്ട് വരത്തില്ല. ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ വരണം അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഓക്കെ, ഇനി കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആയിക്കോട്ടെ, അതും എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഈ ഒരു നിയമപ്രകാരമല്ല ഇത് രൂപീകരിച്ചത്. നിങ്ങൾ കോമൺ നിയമപ്രകാരം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിയമിച്ചു എന്ന് കരുതരുത്. ഈ പേരിനകത്ത് തന്നെ ഉണ്ട് ഇത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ്. സോ അത് ആ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കേരളത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ്. സോ അതാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ വർഷം നിങ്ങൾ മാറിപ്പോകരുത്. കേരളത്തിലാണെങ്കിൽ 2014, ഓക്കെ. ദേശീയ തലത്തിലാണെങ്കിൽ 1992. ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ. ന്യൂനപക്ഷ കമ്മീഷനാണ് ദേശീയ തലത്തിലാണെങ്കിൽ 1992 നിയമപ്രകാരം. ഇനി സംസ്ഥാന തലത്തിലാണെങ്കിൽ 2014 നിയമപ്രകാരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ന്യൂനപക്ഷ കമ്മീഷൻ ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ അടുത്തതിലോട്ട് പോകുന്നു. എപ്പോഴും 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 എത്ര തവണ ചോദിച്ചാലും PSC വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണോ? അതായത് എന്താണ് അത്? ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഇത് രണ്ടും സ്ഥാപിക്കുന്നതിന് കാരണമായ ഒറ്റൊരു നിയമം ഏതാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ശ്രദ്ധിക്കുക, നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നതിന് വേണ്ടി ചോദിക്കും. മനുഷ്യാവകാശ കമ്മീഷൻ നിയമം 1900 കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കഴിഞ്ഞ 10th ലെവൽ എക്സാംസ് ആണെന്ന് തോന്നുന്നു. മനുഷ്യാവകാശ എന്താണ് കമ്മീഷൻ നിയമം 1993, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കുക, ഈ ഒരു നിയമത്തിനകത്ത് കമ്മീഷൻ എന്നുള്ള വാക്കില്ല. ഓക്കെ, ഇത് കോമൺ ആയിട്ട് മനുഷ്യാവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്നാണ് ഇത് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്നാണ് ആരെ വിളിക്കേണ്ടത്? ഈ നിയമത്തിനെ വിളിക്കേണ്ടത്. സോ ഈ നിയമത്തിൽ തന്നെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കമ്മീഷൻ രൂപീകരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് പ്രത്യേകമായിട്ടൊരു നിയമം കൊണ്ടുവരേണ്ട ആവശ്യം അവിടെ വന്നില്ല കേട്ടോ. മനസ്സിലായോ? അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കമ്മീഷൻ സ്ഥാപിക്കുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നതും അതുപോലെ കേരളത്തിലെ വനിതാ കമ്മീഷൻ സ്ഥാപിച്ചതും കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ദേശീയ വനിതാ കമ്മീഷൻ എന്താണ് മക്കളെ? ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 പ്രകാരമാണ്. വർഷം ശ്രദ്ധിച്ചോണേ, 1990 കമ്മീഷൻ നിയമം, ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കേരള വനിതാ കമ്മീഷൻ സ്ഥാപിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണെന്ന് നമുക്കറിയാം. ഏത് നിയമപ്രകാരമാണ്? കേരള വനിതാ കമ്മീഷൻ നിയമം. കേരള വനിതാ കമ്മീഷൻ നിയമം 1991 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തില് വനിതാ കമ്മീഷൻ രൂപീകരിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും 1995 നിയമം അല്ലേ എന്ന്. 1995 ഇത് വരുന്നതെങ്കിലും കമ്മീഷൻ സ്ഥാപിക്കുന്നതെങ്കിലും ഇവിടെ നിയമം ആ നിയമത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്, നിയമം പാസാക്കിയ വർഷമായിട്ട് കണക്കാക്കേണ്ടത് ഏത് വർഷമാണ്? പാസാക്കിയ ഡേറ്റ് ആയിട്ടല്ല, അതിന്റെ പേര് ഇങ്ങനെ ആയിരിക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത് കേട്ടോ. ഇത് പാസാക്കിയ വർഷം പിന്നീടാണ്. 1990 അവതരിപ്പിച്ചെങ്കിലും പിന്നീട് 95 നിയമം പാസ്സാവുന്നത്. പക്ഷേ ആ പാസ്സാകുന്ന സമയത്ത് ആ നിയമത്തിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്? ഈ നിയമം കേരള വനിതാ കമ്മീഷൻ നിയമം 1991 എന്നറിയപ്പെടും. എന്താണ്? കേരള വനിതാ കമ്മീഷൻ നിയമം 1991 എന്നറിയപ്പെടും എന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു നിയമം കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. 95 ആണെങ്കിലും ആ നിയമത്തിന്റെ പേരെന്ന് പറയുന്നത് 91 പേരാണ് പറയേണ്ടത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ഇത് ഇത്രയുമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, കമ്മീഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പഠിക്കാനുള്ള കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പം ഒരു ഐഡിയ കിട്ടി കാണും.
അതിനകത്ത് ഏതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനം? ജസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനുമാണ് ഈ പഠിക്കാനുള്ളതിൽ വെച്ചിട്ട് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഓൾമോസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളാണ്, നിയമം വഴി സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം എവിടെ കൊണ്ടിട്ടിട്ടുള്ളത്? സുപ്രധാന നിയമങ്ങളിൽ കൊണ്ടിട്ടിട്ടുള്ളത് അല്ലേ? സോ അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഇത്രയും പഠിച്ച കാര്യങ്ങൾ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളിതാ അടുത്ത സെക്ഷനിലേക്ക് കയറുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വെറുതെ കേട്ടോണ്ടിരിക്കരുത്, കൂടെ പഠിച്ചു വരിക. ഓക്കെ, അപ്പോൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വിവരാവകാശ കമ്മീഷന്റെ കേസ് നോക്കാണ്. അതായത് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ട്. ഇത് രണ്ടും വരുന്നതിന് വേണ്ടിയിട്ട് ഒറ്റൊരു നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത്, 2005 വിവരാവകാശ നിയമം. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? വേറൊരു സംശയമില്ലല്ലോ. ഇനി നമുക്ക് നിയമത്തിലേക്ക് പോകുന്നില്ല, നമ്മൾ കമ്മീഷന്റെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് കേട്ടോ. നോക്കൂ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റിയിട്ട്, അതിന്റെ രൂപീകരണത്തെ പറ്റി പറയുന്ന ഈ നിയമത്തിലെ സെക്ഷൻ ഏതാണ് മക്കളെ? സെക്ഷൻ 12 എന്തിനെ പറ്റി പറയുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ പറ്റി പറയുന്നത്. ഏത് നിയമത്തിൽ? 2005 വിവരാവകാശ നിയമത്തിൽ, RTA ആക്ട്. ഓക്കെ, അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ 12 ആണ്. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇനി അവിടെ ആരൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ അഥവാ ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാകണം. അതിനെയാണ് CIC എന്ന് ഞാൻ ഷോർട്ട് ആക്കി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 10ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരുണ്ടാകണം. ഇവിടെ നിന്നും സ്ഥിരം PSC നിങ്ങളെ തെറ്റിപ്പിക്കാറുണ്ട്. തൊട്ട് മുമ്പ് നടന്ന പരീക്ഷകളിൽ പോലും എന്ത് ചെയ്യാറുണ്ട്? ഇതിനകത്ത് നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് 10ൽ കുറയാത്ത എന്നുള്ളൊരു വാക്കിടും. ഓക്കെ, 10ൽ കുറയാത്ത അംഗങ്ങൾ ഉണ്ടാകണം എന്നൊരു വാക്കിടുമ്പോഴത്തേക്ക് നമ്മൾ ഈ വാക്കിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ രണ്ട് വാക്കിൻ്റെയും അർത്ഥം വ്യത്യാസമാണ്. എൻ്റർലി രണ്ട് ഡിഫറെൻറ്റ് സ്ഥലത്ത് കിടക്കുകയാണ് അല്ലേ? കവിയാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10ൽ കൂടാൻ പാടില്ല, 11 ആകാൻ പാടില്ല. എന്നാൽ കുറയാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? 10ൽ കുറയാൻ പാടില്ല എന്നർത്ഥത്തിലാണ്. അതായത് മിനിമം 10എങ്കിലും വേണം എന്ന അർത്ഥത്തിലാണ് അത് വരുന്നത്. സോ അങ്ങനെ തെറ്റിക്കരുത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ബാച്ചിൽ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ തന്നെ പിള്ളേർ ഫസ്റ്റ് ഓഫ് ഓൾ ചോദിച്ചുകൊണ്ട് വന്ന ഡൗട്ട് ഇതാണ്, എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഈ വിവരാവകാശ കമ്മീഷനിൽ എന്താണ്? 10ൽ കുറയാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്നായിരുന്നു. പക്ഷെ അതെന്താണ്? 10ൽ കുറയാത്ത അംഗങ്ങൾ എന്നുള്ള വാക്കല്ല മക്കളെ, അത് 10ൽ കവിയാത്ത. ഈ കവിയാത്ത എന്നുള്ള വാക്കും അതുപോലെ തന്നെ കൂടാത്ത എന്ന വാക്കും ഓൾമോസ്റ്റ് സെയിം ആണ്. 10ൽ കൂടാൻ പാടില്ല, 10ൽ കവിയാൻ പാടില്ല, 10ന് താഴെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും ആകാം. അത് നമുക്ക് ആ ഒരു അർത്ഥത്തിൽ നിന്ന് കിട്ടും. പക്ഷേ അവിടെ ആ കുറയാത്ത എന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ 10ൽ കുറയാൻ പാടില്ല എന്ന അർത്ഥത്തിലേക്ക് പോകും. അതായത് മിനിമം 10 ആവാം, 11 ആകാം, 12 ആകാം, 13 ആകാം, അങ്ങനെ ഒരു അർത്ഥത്തിലേക്ക് പോകും കേട്ടോ. അതുകൊണ്ട് ആ ഒരു പോയിന്റ് നിങ്ങൾ വളരെ ഫോക്കസ് ചെയ്ത് വേണം ആൻസർ ചെയ്യാൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ആലോചിച്ചോണം അവിടെ എന്താണ് പറയുന്നത്, അർത്ഥം എന്താണ് എന്ന് നോക്കിയിട്ട് മാത്രമേ പോയി ബബിൾ ചെയ്യാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു CIC ഉണ്ടാകണം, 10ൽ കൂടാത്ത അല്ലെങ്കിൽ 10ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാകണം. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇവരെ നിയമിക്കുന്നത് ആരാണ് മക്കളെ? രാഷ്ട്രപതിയാണ്. ഇനി ശുപാർശ കമ്മിറ്റിയിലും നിങ്ങൾക്ക് സംശയം വരാറുണ്ട്. കാരണം മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ കമ്മിറ്റിയും വിവരാവകാശ കമ്മീഷന്റെ ശുപാർശ കമ്മിറ്റിയും തമ്മിൽ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ വിവരാവകാശ കമ്മീഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ വിവരം 3 അക്ഷരമല്ലേ? അല്ലെങ്കിൽ RTI 3 ലെറ്റേഴ്സ് അല്ലേ? സോ ഇവിടെ 3 പേരുള്ള ഒരു കമ്മീഷൻ ആണെന്ന് നിങ്ങളുടെ മനസ്സിൽ ആദ്യമേ വരണം. ഓക്കെ, ശ്രദ്ധിച്ചോണേ, 3 പേരുള്ള ഒരു കമ്മീഷൻ ആണെന്ന് നമ്മുടെ മനസ്സിൽ ആദ്യമേ വരണം. ഓക്കെ, RTI കേന്ദ്രം ആയിക്കോട്ടെ സംസ്ഥാനം ആയിക്കോട്ടെ, അവിടുത്തെ ശുപാർശ കമ്മിറ്റിയിൽ RTI ആയതുകൊണ്ട് 3 പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ആരൊക്കെയാണ് നമുക്ക് പഠിക്കാം. എന്തായാലും ആരുണ്ട്? പ്രധാനമന്ത്രി ഉണ്ട്. പ്രധാനമന്ത്രി അവിടുത്തെ അധ്യക്ഷനാണ്. ഇനി പ്രധാനമന്ത്രിയുടെ ഒരു കൂട്ടുകാരനെ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? വിവരാവകാശ കമ്മീഷന്റെ ശുപാർശ കമ്മിറ്റിയിൽ വിളിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രിയുണ്ട്,
പ്രധാനമന്ത്രിയുടെ ഫ്രണ്ട് ഉണ്ട്. ഇനി ഇത് രണ്ട് ഫ്രണ്ട്സും കൂടെ ചേർന്നിരുന്നാൽ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല, അവിടെ ഒരു നിയമനം കറക്റ്റ് ആയിട്ട് നടത്താൻ പറ്റത്തില്ല. സോ ഓപ്പോസിറ്റ് ഉള്ള ഒരാളെ വേണം. ആരാണ് ഓപ്പോസിറ്റ്? ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണ്? അത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. ലോകസഭയുടെ, ഓക്കെ മിസ്റ്റേക്ക് ഉണ്ട്, ലോക്സഭയുടെ എന്താണ് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ രണ്ട് ഫ്രണ്ട്സും ഒരു ഓപ്പോസിറ്റ് ഉള്ള ഒരാളും കൂടെ ചേർന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ രൂപീകരിക്കുന്നത്. അപ്പൊ ശുപാർശ കമ്മിറ്റി ഒന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ. RTI ആവുമ്പോൾ 3 പേരിൽ എന്തായാലും പ്രധാനമന്ത്രിയാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരനുണ്ട്, അതായത് പ്രധാനമന്ത്രി കൊണ്ടുവരുന്ന, അതായത് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാകും. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ നിന്നാൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു നിയമനം അവിടെ നടക്കത്തില്ല. സോ ഓപ്പോസിറ്റ് ഉള്ള ഒരാളെ കൂടെ വിളിക്കുന്നുണ്ട്. ആരാണ്? ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഈ ഒരു കമ്മീഷൻ എന്നാണ് മക്കളെ നിലവിൽ വരുന്നത്? 2005 ഒക്ടോബർ 12 എന്ത് നിലവിൽ വരുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് കേട്ടോ. 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് CIC ഭവൻ, ന്യൂഡൽഹിയാണ്. ഇവരുടെ ആ ഒരു കാലാവധിയുടെ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. ആദ്യം കാലാവധി എന്ന് പറയുന്നത് 2005 നിയമം വന്ന സമയത്ത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നുള്ളതായിരുന്നു കാലാവധി. എന്നാൽ പിന്നീട് 2019 ഭേദഗതിയിലൂടെ എന്ത് ചെയ്യുന്നു? കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്നാക്കി മാറ്റി. കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്നാക്കി മാറ്റി. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പോൾ നിങ്ങളോട് ഓപ്ഷൻസ് ചോദിക്കുമ്പോൾ ചിലപ്പം കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ 3 വർഷം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇനി ഇത് രണ്ടും കൂടെ വരുവാണെങ്കിൽ അത് രണ്ടും ആൻസർ ആണെന്നുള്ള ഓപ്ഷനും ഉണ്ടാകും. സോ അത് കണ്ടിട്ട് അത് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. വയസ്സിനകത്ത് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 65 വയസ്സാണ് അവിടുത്തെ ആ ഒരു വയസ്സെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് നമ്മൾ അതിന്റെ കാലാവധിയായിട്ട് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിയമത്തിൽ പറയുന്നത്, ഭേദഗതിയിലൂടെ കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്നുള്ള വാക്കാണ്. അങ്ങനെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച വർഷമാണ് 3 വർഷം. വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഈ 3 വർഷം കഴിയുമ്പോഴത്തേക്കും അടുത്ത ഒരു 4 വർഷം വേണമെങ്കിൽ തീരുമാനിക്കാം. അതിനുള്ള അധികാരം നിയമം ഭേദഗതിയിലൂടെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവർക്ക് പുനർനിയമനം ഇല്ല. എന്താണ്? ഇവർക്ക് പുനർനിയമനം ഇല്ല. അതായത് വിവരാവകാശ കമ്മീഷന്, അത് മനസ്സിൽ പഠിച്ചു വെച്ചോളൂ, വിവരാവകാശ കമ്മീഷൻ എന്തില്ല? പുനർനിയമനം ഇല്ല. പക്ഷെ മനുഷ്യാവകാശ കമ്മീഷൻ എന്തുണ്ട്? പുനർനിയമനം ഉണ്ട്. ഇവിടെ നമ്മൾ പുനർനിയമനം ഇല്ല എന്നുള്ളത് റീ അപ്പോയിന്റ്മെന്റ് എന്നുള്ള ആ ഒരു വാക്കിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇരുന്ന സ്ഥാനത്ത് വീണ്ടും ഇരിക്കാൻ പറ്റത്തില്ല. അതാണ് ഈ ഒരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. വിവരാവകാശ കമ്മീഷണറായിട്ട് പ്രവർത്തിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാം? മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകാം. അതൊരു കണ്ടീഷനാണ്. അതായത് ഇത് നടക്കില്ല, എന്നിരുന്നാലും മറ്റുള്ളവർക്ക്, മറ്റേ ആ ഇൻഫർമേഷൻ കമ്മീഷണർമാർക്ക് കൊടുക്കുന്ന ഒരു അഡീഷണൽ ചാൻസ് ആണ്. സോ അവിടെ പുനർനിയമനം ഉണ്ടെന്നും പറഞ്ഞ് ഈ ഒരു വാക്ക് തെറ്റാണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ വരും. പക്ഷെ അങ്ങനെയല്ല, നിയമത്തിനകത്ത് എടുത്തു പറയുന്നുണ്ട് ഇവർക്ക് എന്തില്ല? പുനർനിയമനമില്ല. സോ സ്റ്റേറ്റ്മെന്റിൽ പുനർനിയമനം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പക്കയായിട്ട് പറഞ്ഞോണം പുനർനിയമനം ഇല്ല. എന്നാൽ അവിടെ കണ്ടീഷൻ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സ്ഥാനത്തേക്ക് ആർക്ക് വരാം? ഈ വിവരാവകാശ കമ്മീഷണർ സ്ഥാനം വഹിച്ച ഒരാൾക്ക് വരാം എന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്, അത് ശരിയാണ്. ഓക്കെ, അല്ലാത്ത പക്ഷം ഇവിടെ പുനർനിയമനം ഇല്ല എന്ന് തന്നെ ആയിരിക്കണം നിങ്ങൾ പറയേണ്ടത്. ഇനി സത്യപ്രതിജ്ഞ ആയിക്കോട്ടെ, രാജി ആയിക്കോട്ടെ, നീക്കമായിക്കോട്ടെ, അതെല്ലാം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു മക്കളെ? വജാഹത്ത് ഹബീബുള്ള ആയിരുന്നു. ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ദീപക് സന്ധു ആയിരുന്നു. 2 വനിതകളാണ് ഇതുവരെ എന്ത് ചെയ്തിട്ടുള്ളത്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്നുള്ള സ്ഥാനം കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ വഹിച്ചിട്ടുള്ളത്. അത് ആരൊക്കെയാണ്? ദീപക് സന്ധുവും സുഷമ സിംഗുമാണ്. ആരൊക്കെയാണ്? ദീപക് സന്ധുവും സുഷമ സിംഗുമാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ ഇതെത്രയുമാണ് നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നമുക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് കമ്മീഷൻസ് പഠിക്കാനുണ്ട്. സോ നിങ്ങൾക്ക് ഒന്നും കൂടെ പഠിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഒന്നും കൂടെ കേട്ടിട്ട് അടുത്ത കമ്മീഷനിലേക്ക്
കമ്മീഷനിലേക്ക് വരിക കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത കമ്മീഷനിലേക്ക് കയറാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് മക്കളെ? അതിന്റെ രൂപീകരണത്തെ പറ്റി പറയുന്നത് 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 15 ഇവിടെയും നേരത്തെ അവിടുത്തെ സെയിം സാധനം തന്നെയാണ്. ഒരു CIC ഉണ്ടാകണം, 10-ൽ കൂടാത്ത അല്ലെങ്കിൽ 10-ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഉണ്ടാകണം. ഇവരെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഓക്കെ, ഇവരെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇവരെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനമാകുമ്പോൾ 3 പേര്, RTI ആവുമ്പോൾ 3 പേര്, സംസ്ഥാനമാകുമ്പോൾ അവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ തലപ്പത്തിരിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അധ്യക്ഷൻ, മുഖ്യമന്ത്രിയുടെ ഒരു കൂട്ടുകാരൻ വരും, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ്. പിന്നെ ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ ആരാണ്? നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ 3 പേരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവരെ നിയമിക്കുന്നത്. ഓക്കെ, ഇനി ഇവരുടെ കാലാവധി നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന ആ ഒരു വർഷമായിരിക്കും. ഇപ്പോൾ 3 വർഷവും 65 വയസ്സും ആയിരിക്കും. ഇനി സത്യപ്രതിജ്ഞ, രാജി, നീക്കം ചെയ്യൽ ആരാണ്? അത് ഗവർണറാണ്. ഓക്കെ, ഇനി കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 2005 ഡിസംബർ 19 ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് മക്കളെ? അത് തിരുവനന്തപുരമാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ വിവരാവകാശ കമ്മീഷൻ ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പഠിച്ചു. ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷനെ പറ്റിയിട്ടാണ്. ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 338 എന്നാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ സ്ഥാപിക്കുന്നത്? 2004 ഫെബ്രുവരി 19 അതിനു മുമ്പ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആയിരുന്നു. അതിനു മുമ്പ് എന്തായിരുന്നു? ഒരു മൾട്ടി മെമ്പർ കമ്മീഷൻ ആയിരുന്നു. അതിനു മുമ്പ് എന്തായിരുന്നു? ഒരു സ്പെഷ്യൽ ഓഫീസർ ആയിരുന്നു. അങ്ങനെ അതിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ച ഡേറ്റ് എന്ന് പറയുന്നത് 2004 ഫെബ്രുവരി 19 ചെയർപേഴ്സണും ഉണ്ട്, വൈസ് ചെയർപേഴ്സണും ഉണ്ട്, 3 അംഗങ്ങളും ഉണ്ടാകും. ലോക്നായക് ഭവനാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. കാലാവധി 3 വർഷമാണ്. ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സൂരജ് ബാനാണ്. ഓക്കെ, ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ക്ലിയർ ആണെന്നുള്ളതിന്റെ ഒരു കമന്റ് ഒന്ന് ഇട്ടേക്കണേ. എങ്കിലേ നിങ്ങൾക്ക് ഇനിയും അങ്ങോട്ടേക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഒരു ആവേശം കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇടേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പം ദേശീയ പട്ടികജാതി കമ്മീഷനാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. ആദ്യത്തെ ചെയർപേഴ്സൺ സൂരജ് ബാൻ. കാലാവധി 3 വർഷമാണ്, 5 വർഷമല്ല 3 വർഷമാണ് കേട്ടോ. അതൊന്ന് നോക്കി വെച്ചേക്കണേ. ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷനിലേക്ക് പോകുന്നു. ആർട്ടിക്കിൾ 338A 2004 ഫെബ്രുവരി 19 തന്നെയാണ് ഇതും എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ലോക്നായക് ഭവനാണ്. ലോക്നായക് ഭവനാണ് ഇതിന്റെ ആസ്ഥാനം. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ഉണ്ടാകും. നിയമനം, കാലാവധി, സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 3 വർഷമാണ് ഇവിടുത്തെയും കാലാവധി. ആദ്യത്തെ ചെയർപേഴ്സന്റെ പേര് പഠിച്ചു വെച്ചോളൂ, കൺവർ സിംഗ് ആണ്. ഓക്കെ, ഇനി കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഉണ്ട്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത് ഏത് നിയമപ്രകാരമാണ്? നമ്മൾ പറഞ്ഞു 2007 അതിനുള്ള നിയമം വരുന്നത്. ആ നിയമപ്രകാരമാണ് ഈ കമ്മീഷൻ സ്ഥാപിക്കുന്നത്. ചെയർമാനും ഉണ്ട്, 2 അംഗങ്ങളും ഉണ്ടാകും. 2 അംഗങ്ങളാണ് ചെയർമാൻ പ്ലസ് 2 അംഗങ്ങൾ. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. 3 വർഷമാണ് ഇവരുടെ കാലാവധി. അവരെ രാജിവെക്കുന്നതും രാജിക്കത്ത് കൊടുക്കുന്നതും അതുപോലെ അവരെ നീക്കം ചെയ്യാനുമുള്ള അധികാരം ആർക്കാണുള്ളത്? അത് സംസ്ഥാന സർക്കാരിനാണുള്ളത്. അയ്യങ്കാളി ഭവനാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. എവിടെയാണ്? തിരുവനന്തപുരമാണ്. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ PK ശിവാനന്ദൻ IAS ആണ്. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കാര്യങ്ങൾ മനസ്സിലായോ? അത് ഏത് നിയമപ്രകാരമാണ്? ഈ പേര് പറഞ്ഞിട്ട് അതിന്റെ കൂടെ 2007 കൊടുത്താൽ മതി. ഓക്കെ, 2007 നിയമപ്രകാരമാണ്. ചെയർമാനും 2 അംഗങ്ങളുമാണ് ഉള്ളത്. നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. 3 വർഷം കാലാവധി എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പോകുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലേക്കാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത് ആ നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അവിടുത്തെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് പഠിച്ചു വെച്ചേ. ഒരു ചെയർപേഴ്സൺ ഉണ്ട്, ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, 5 അംഗങ്ങളുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ 5, 6, 7 അങ്ങ് എഴുതി വെക്കണ്ട. അങ്ങനെയാണ് എന്താണ് പറയുന്നത്, നിയമത്തിൽ പറയുന്ന സെന്റൻസ് ഇങ്ങനെയാണ്. ഈ കമ്മീഷനിൽ താഴെ പറയുന്ന അംഗങ്ങൾ ഉണ്ടാകും. ഒരു ചെയർപേഴ്സൺ, അടുത്ത പോയിന്റിൽ ഒരു വൈസ് ചെയർപേഴ്സൺ, അടുത്ത പോയിന്റിൽ 5 അംഗങ്ങൾ. ഓക്കെ, അങ്ങനെ മൊത്തത്തിലാണ് പറയുന്നത്. അല്ലാതെ ഈ കമ്മീഷനിൽ 7 അംഗങ്ങൾ ഉണ്ടായിരിക്കണം, അവർ ഇന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിലല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഠിച്ചു വെച്ചോളൂ. ഒരു ചെയർപേഴ്സൺ ഉണ്ട്,
ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, 5 അംഗങ്ങളുണ്ട്. ഓക്കെ, ഇനി നിയമിക്കുന്നത് ആരാണ് മക്കളെ? അത് കേന്ദ്ര സർക്കാരാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങൾ എവിടെ നിന്നുള്ളവരായിരിക്കണം? ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം. ആ ഒരു പോയിന്റ് ഒന്ന് നോക്കി വെച്ചേക്കണേ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഏത് വിഭാഗത്തിൽ നിന്നുള്ളവരാണ്? ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം. കാലാവധി 3 വർഷമാണ്. രാജിക്കത്ത് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും ആർക്ക് തന്നെയാണ്? കേന്ദ്ര സർക്കാരിനാണ്. ഓക്കെ, ഇനി കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് പോകാം. അവിടെയും ആ നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെയർപേഴ്സൺ, ഒരു അംഗം, ഒരു വനിത, ഒരു മെമ്പർ സെക്രട്ടറി. ഇത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ നിയമത്തിൽ പറയുന്ന അതേ പോയിന്റ്സ് ആണ്. അതായത് ഒരു ചെയർപേഴ്സൺ ഉണ്ടാകണം, ഒരു അംഗം ഉണ്ടാകണം, ഒരു വനിത ഉണ്ടാകണം, ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാകണം. ഒന്നും കൂടെ, എവിടെയാണ്? കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാകണം, ഒരു അംഗം ഉണ്ടാകണം, അതായത് മെമ്പർ. ഓക്കെ, ചെയർപേഴ്സൺ, മെമ്പർ, വനിതാ മെമ്പർ, ഒരു മെമ്പർ സെക്രട്ടറി. ഓക്കെ, അപ്പൊ ഇത്രയും പേരടങ്ങുന്നതാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുമുള്ളവരായിരിക്കണം. ഇവരെല്ലാവരും എന്തായിരിക്കണം? ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം. നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ് മക്കളെ? അത് സംസ്ഥാന സർക്കാരാണ്. കാലാവധി 3 വർഷമാണ്. യോഗം എത്ര നാൾക്ക് കൂടുമ്പോഴാണ് ഇവര് യോഗം കൂടേണ്ടത്? 3 മാസത്തിലൊരിക്കലാണ്. എന്താണ്? 3 മാസത്തിലൊരിക്കലാണ് ഇവര് യോഗം കൂടേണ്ടത്. നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട അടുത്തതിലേക്ക് വരുന്നു. അതായത് കൂടുതലും PSC ചോദിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും വിവരാവകാശ കമ്മീഷനിൽ നിന്നുമാണ് ഈ കൂടുതലും ഡെപ്തിലേക്ക് ക്വസ്റ്റ്യൻസ് പോകുന്നത്. സോ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടെടുത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത്, നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടാണ്. കമ്മീഷനുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കമ്മീഷനുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് അതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് കുറച്ച് ഡെപ്തിലൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു കമ്മീഷൻ സ്ഥാപിക്കുന്നതിനായിട്ട് ആദ്യമേ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ. 1993 സെപ്റ്റംബർ 28 എന്ത് ചെയ്യുന്നു? ഒരു ഓർഡിനൻസ്. വർഷം കണ്ടോ? 1993 ആണ് കേട്ടോ. അപ്പൊ 1993 സെപ്റ്റംബർ 28 ഓർഡിനൻസ് പ്രകാരമാണ് 1993 ഒക്ടോബർ 12 എന്ത് സ്ഥാപിക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നത്. മനസ്സിലായോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നത് 1993 ഒക്ടോബർ 12 ഇവിടെ ആ ഒരു നിയമത്തിലെ സെക്ഷൻ 3 എന്തിന്റെ രൂപീകരണത്തെ പറ്റി പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ പറ്റി പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, ഇവിടെ ആരൊക്കെ ഉണ്ടാകണം എന്ന് ചോദിച്ചാൽ ഒരു ചെയർപേഴ്സണും 5 സ്ഥിര അംഗങ്ങളും. ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് ഇത് ഇങ്ങനെയാണ്: 6, 7. ഓക്കെ, ഇത് പഠിച്ചു വെച്ചിരിക്കുക. 6 എന്ന് പറയുന്നത് ഫുൾ ടൈം മെമ്പേഴ്സും ഇവരെന്ന് പറയുന്നത് ഡീംഡ് മെമ്പേഴ്സും ആണ്. അതായത് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ 6 എന്ന് പറയുമ്പോൾ നമ്മൾ 1+5 എന്ന് ആക്കിക്കോണം. ഓക്കെ, അതായത് ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും. ഓക്കെ, 6, 7. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ ചോദിക്കുകയാണെങ്കിൽ, ദേശീയ തലത്തിലുള്ളത് ചോദിക്കുകയാണെങ്കിൽ 6, 7. ഒന്നുകൂടെ പറഞ്ഞേ, 6, 7. ഓക്കെ, അതങ്ങ് മനസ്സിൽ പതിപ്പിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് ഈ 6 എന്ന് പറയുന്നതിനെ നമുക്ക് 1+5 ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. 6-ൽ നിന്നാണ് ചോദ്യമെങ്കിൽ 1+5 ആക്കണം. അതായത് ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളുമാണ്. ഇനി ഇവരുടെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്ത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സോ അതൊന്ന് പഠിച്ചു വെച്ചേ. ചെയർപേഴ്സന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തിരുന്നതോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ചിരുന്നതോ ആയിട്ടുള്ള ഒരാളായിരിക്കണം. വഹിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ആളെ അല്ല ഇവിടെ എടുത്തിരിക്കുന്നത്. പകരം എന്താണ്? പദവി വഹിച്ച ഒരാളെയാണ്, ആ പദവിയിൽ ഇരുന്നിട്ടുള്ള ഒരാളെയാണ് എടുക്കുന്നത്. അതായത് റിട്ടയർഡ് ആയിട്ടുള്ള, ഈ സ്ഥാനത്തിരുന്ന് റിട്ടയർഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എവിടെ വരുന്നത്? ഇവിടുത്തെ NHRC എന്നാ പറയുന്നത് കേട്ടോ. NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ, അപ്പോ ഈ NHRCയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് പല ഡൗട്ട്സും വരും. നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിനകത്ത് പല മിസ്റ്റേക്സ് ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള മീൻസ് ആ ഒരു എന്താണ് നിയമത്തിന്റെ ആ ഒരു റോ ഇതെടുത്തൊന്ന് നോക്കുക. അതായത് അതിനകത്ത് ഒരു വാക്കുണ്ട്, who is or has been. Okay, who is or
ഹാസ് ബീൻ. ഓക്കെ, ഹൂ ഈസ് ഓർ ഹാസ് ബീൻ, ഇതിനകത്താണ് ഈ അർത്ഥങ്ങൾ ഇരിക്കുന്നത്. ഹൂ ഈസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നിലവിൽ ഉള്ള ഒരാളാകാം. ഹൂ ചിലതിനകത്ത് ഹൂ ഹാസ് ബീൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്, ആ സ്ഥാനത്ത് ഇരുന്ന ഒരാളായിരിക്കണം. അതിനകത്ത് നിന്നാണ് നമുക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കണം. ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് ഫയലിനകത്തൊക്കെ മേ ബി മിസ്റ്റേക്സ് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ മറ്റേടത്ത് എന്താണ്, നേരത്തെ തൊട്ട് മുമ്പ് ചെയർപേഴ്സന്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ who has been a Supreme Court Chief Justice or who has been a Supreme Court Judge എന്നാണ് പറയുന്നത്. അതായത് ആ സ്ഥാനം വഹിച്ചിരുന്ന ഒരാളായിരിക്കണം. ഇനി who is or has been എന്ന് കണ്ടു കഴിഞ്ഞാൽ നിലവിൽ ആ സ്ഥാനത്തിരുന്നതോ അല്ലെങ്കിൽ ആ സ്ഥാനം വഹിച്ചിരുന്നതോ ആയിട്ടുള്ള ഒരാളെന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടേം നിങ്ങൾക്ക് ഇൻ കേസ് ഇതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു എന്താണ് ആ നിയമം ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഒറിജിനൽ നിയമം നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും, ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ഇങ്ങനെയാണോ വാക്കെന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ചെയർപേഴ്സന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ഇനി അതിനകത്ത് ഒരംഗത്തിന്റെ ക്വാളിഫിക്കേഷൻ, നമ്മൾ ഈ 5 പേരിനകത്ത് ഉള്ള ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. അപ്പോൾ 5 പേരിൽ ഒരാള് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. ഒന്നെങ്കിൽ നിലവിലെ സുപ്രീം കോടതി ജഡ്ജി ആകാം, അല്ലെങ്കിൽ മുൻപ് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ഒരാളാകാം കേട്ടോ. നിലവിൽ സുപ്രീം കോടതിയിലെ ജഡ്ജി ആകാം, അല്ലെങ്കിൽ മുൻപ് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ഒരാള് ഒരംഗമായിട്ട് NHRCയിൽ വരാം. അതുപോലെ മറ്റൊരു അംഗം എന്ന് പറയുന്നത് നിലവിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നതോ അല്ലെങ്കിൽ മുൻപ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നതോ ആയിട്ടുള്ള ഒരു അംഗമായിരിക്കണം അവിടെ നിന്ന് വരേണ്ടത്. പിന്നെ 3 അംഗങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവും പരിചയവുമുള്ള വ്യക്തികളായിരിക്കണം. ആ 3 പേരിൽ ഒരാൾ ആരായിരിക്കണം മക്കളെ? അത് ഒരു വനിതയായിരിക്കണം. ആരായിരിക്കണം? ഒരു വനിതയായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ആ ഓർത്ത് വെച്ചിരിക്കുക, ഇത് നമ്മുടെ NHRCയുടെ ചെയർപേഴ്സൺ ആണ്. ഇയാൾ എവിടെ ഉള്ള ആളാണ്? സുപ്രീം കോടതിയിലുള്ള ആളാണ്. ഒന്നെങ്കിൽ ഇയാൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി സ്ഥാനത്തിരുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിട്ട് സ്ഥാനത്തിരുന്ന ഒരാളായിരിക്കണം. ഇപ്പോൾ ഇരിക്കുന്നതെല്ലാം മുമ്പിരുന്ന ഒരാളായിരിക്കണം. ഓക്കെ, ഇനി 5 അംഗങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആ 5 അംഗങ്ങളിൽ ഒരാൾ എവിടെ നിന്നുള്ളതാണ്? സുപ്രീം കോടതിയിൽ നിന്നുള്ളതും ഒരാൾ എവിടെ നിന്നുള്ളതാണ്? ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരാളുമാണ്. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ ഇവിടെ ചീഫ് ജസ്റ്റിസ് വന്നു. ഇനി ഇവിടെ ചീഫ് ജസ്റ്റിസിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇവിടെ ഒന്നെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആകാം, അതിപ്പോൾ ഇരിക്കുന്നതോ അല്ലെങ്കിൽ നേരത്തെ ഇരുന്നതോ ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജി ആകാം. ഓക്കെ, ഇനി ഹൈക്കോടതിയുടെ കേസിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഇവിടെ ജഡ്ജി ആണെങ്കിൽ ഇവിടെ ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. ഹൈക്കോടതി ജഡ്ജിമാരെ ഒന്നും ഇങ്ങോട്ട് എടുക്കത്തില്ല, ഇത് വലിയ സംഭവം ഇല്ലയോ? NHRC അല്ലയോ? അവിടെ ഹൈക്കോടതി ജഡ്ജിമാർക്കൊന്നും സ്ഥാനമില്ല. ടോപ്പിലുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ എത്തി അവിടെ നിൽക്കണം. ഓക്കെ, അപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇവിടെ വരുന്നത്. ഒന്നെങ്കിൽ നിലവിലെ ആകാം, അല്ലെങ്കിൽ മുൻപിരുന്നതാകാം. അപ്പോൾ 3 പേരുടെ കാര്യം പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത 3 പേരുണ്ടല്ലോ, മൊത്തത്തിൽ 6 പേരിലേ ഉള്ളത്, 6, 7 അല്ലേ? ഓക്കെ, 6 പേരിലെ ബാക്കി 3 പേരെന്ന് പറയുന്നത് എന്താണ്? മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവും പരിചയമുള്ള വ്യക്തികളായിരിക്കണം. അതിൽ ഒരാൾ ആരായിരിക്കണം മക്കളെ? മുടിയൊക്കെ വരച്ചു കൊടുക്കാം നമുക്ക്. ആരായിരിക്കണം? അത് വനിതയായിരിക്കണം കേട്ടോ. മനസ്സിലായോ? അപ്പോ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി ക്വാളിഫിക്കേഷനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. മൊത്തത്തിൽ 6 പേര് എന്താണ് ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ടുള്ളത്? 6 പേര്. 6 പേരിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തിരുന്നതോ സുപ്രീം കോടതി ജഡ്ജി സ്ഥാനത്തിരുന്നതോ ആയിട്ടുള്ള ഒരാളായിരിക്കണം ചെയർപേഴ്സൺ ആകേണ്ടത്. ബാക്കിയുള്ള 5 അംഗങ്ങളുടെ കേസ് വരുമ്പോൾ ഒരാൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരാളാണ്, ഒരാൾ ഹൈക്കോടതിയിൽ നിന്നുള്ളതാണ്, ബാക്കി 3 പേര് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആളാണ്. സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ ഇനി ജഡ്ജിക്ക് മാത്രമേ അവിടെ റോളുള്ളൂ. ഓക്കെ, അത് 2 ആകാം, ഇപ്പോഴുള്ളതോ നേരത്തെ ഇരുന്നതോ ആയിട്ടുള്ള ഒരാളാകാം. ഹൈക്കോടതി എന്ന് പറയുമ്പോൾ അവിടെ ചീഫ് ജസ്റ്റിസിന് മാത്രമേ റോളുള്ളൂ, അത് ഇപ്പോഴോ നേരത്തെ ഇരുന്നതാകാം. 3 പേര് എന്താണ് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്, അതിലൊരാൾ വനിത. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ അവരുടെ മീൻസ് അവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. മുമ്പായിരുന്നു എങ്കിൽ 2019 മുമ്പ് ഭേദഗതിയിൽ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു. മാറിപ്പോകല് കേട്ടോ. വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ 65 വയസ്സാണ്. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ എന്താണ് 70 വയസ്സാണ്. ഓക്കെ, മാറിപ്പോകല്ലേ? വിവരാവകാശം 65, മനുഷ്യാവകാശം 70. മുമ്പ് എന്തായിരുന്നു? 5 വർഷം 65, 5 വർഷം 70 ആയിരുന്നു. ഇപ്പം 3 വർഷം 65,
അതായത് ഇതിൽ ഏതാണോ ആദ്യം, അതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ 3 വർഷം അല്ലെങ്കിൽ 70. ഓക്കെ, അതാണ് ഇവരുടെയും ആ ഒരു കാലാവധി എന്ന് പറയുന്നത്. ഇനി എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ പഠിക്കാനാണ് നിങ്ങൾക്ക് ഇനി അടുത്ത ബുദ്ധിമുട്ട് വരുന്നത്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 7 പേരാണുള്ളത്. ഈ 7 പേരിൽ എന്താണ് പല പല കമ്മീഷനിലുള്ള, പല പല കമ്മീഷൻ എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലുള്ള ഒരുപാട് കമ്മീഷൻ ഉണ്ടല്ലോ, അതിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളെയാണ് ഇവിടുത്തെ എക്സ് ഒഫീഷ്യോ. എന്താണ് എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ? മറ്റൊരു കമ്മീഷന്റെ ആ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ഇപ്പുറത്ത് ഇവിടുത്തെ അംഗമായ ആൾക്കാരായതുകൊണ്ടാണ് അവരെ എന്ത് അംഗങ്ങൾ എന്ന് പറയുന്നത്? എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൾക്കാർ മാറുമ്പോൾ, അതായത് ആ കമ്മീഷന്റെ ആ സ്ഥാനത്ത് പുതിയൊരാൾ വരുമ്പോൾ അവരായിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് മാറ്റാനോ നിയമിക്കാനോ നിൽക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഇവരെ പല കമ്മീഷൻ ഇതായിട്ട് നിയമിക്കുന്ന സമയത്ത് അവർ ഓൾറെഡി എന്താണ് ഇങ്ങോട്ടേക്ക് അംഗമായി മാറും. അതുകൊണ്ടാണ് അവരെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതും പഠിക്കാൻ എളുപ്പമാണ്. എന്തൊക്കെയാണ് ഓർക്കുക? എല്ലാം ദേശീയ കമ്മീഷനാണ്, എല്ലാം ദേശീയ കമ്മീഷനുമാണ്. എല്ലാത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന ചെയർപേഴ്സൺമാരാണ് ഇവിടുത്തെ അംഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെ കമ്മീഷനാണെന്ന് പറഞ്ഞേ? SC കമ്മീഷൻ, ST കമ്മീഷൻ, ഓക്കെ, പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ എന്താണ് OBC മൈനോറിറ്റി. ഓക്കെ, ഇതെന്താണ് മിക്സ് ആയി കിടക്കുകയാണ് അല്ലേ? ഓക്കെ, SSC, ഓക്കെ, SSC ST, അതുപോലെ OBC മൈനോറിറ്റി, ഓക്കെ, അതുപോലെ വനിതാ ശിശു ഡിസബിലിറ്റി. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ കമ്മീഷനാണ്? SSC ST, OBC മൈനോറിറ്റി, വനിതാ ശിശു ഡിസബിലിറ്റി. ഓക്കെ, ഒന്നും കൂടെ, അതായത് ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ശിശു വികസന കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഈ കമ്മീഷനുകളുടെ ചെയർപേഴ്സൺമാര് ഇവിടുത്തെ കമ്മീഷണർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ചെയർപേഴ്സൺ എന്നല്ല പറയുന്നത്, കമ്മീഷണർ എന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കി എല്ലായിടത്തും ചെയർപേഴ്സൺമാരാണ്. സോ ഇവര് ഇവിടുത്തെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ഇനി ഇവരെ നിയമിക്കുന്നത് ആരാണ് മക്കളെ? രാഷ്ട്രപതിയാണ് കേട്ടോ. ഇനി ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ കാര്യം പഠിക്കാനും എളുപ്പമാണ്. നമ്മൾ NHRC ആയതുകൊണ്ട് വലിയ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതല്ലേ. സോ 6 പേരെയൊക്കെ നിയമിക്കണ്ടേ? അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്യുന്നു? 6 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇവരെ 6 പേരെ നിയമിക്കാനായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെയും മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്നവര് കൂട്ടുകാരാണെന്ന് ഓർത്തിരിക്കുക. അവിടെ ആദ്യമേ നമ്മുടെ പ്രധാനമന്ത്രിയുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓപ്പോസിറ്റ് ആരുണ്ട്? ആഭ്യന്തരമന്ത്രിയുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ കുട്ടികൾക്ക് അത് കേട്ട് 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 ബോർ അടിച്ചിട്ടുണ്ടാകും. എങ്കിലും കേൾക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് കേട്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രിയുണ്ട്, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഫ്രണ്ട് ഉണ്ട് അല്ലേ, ആഭ്യന്തര മന്ത്രിയുണ്ട്. അപ്പൊ അവിടെ പ്രധാനമന്ത്രിയായി, അതുപോലെ തന്നെ എന്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി. ഇനി നമുക്ക് ലോക്സഭയിൽ നിന്നുള്ള 2 പേരും ഉണ്ട്, രാജ്യസഭയിൽ നിന്നുള്ള 2 പേരുണ്ട്. അവരും മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലോക്സഭയിൽ നിന്നുള്ള ആരൊക്കെയാണ് മക്കളെ? ഒന്ന് ലോക്സഭാ സ്പീക്കറും മറ്റൊന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെന്ന് പറയുന്നത് ഇയാളെ ശത്രുവാണ്. ആരാണ്? ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുമാണ്. ലോക്സഭാ സ്പീക്കറും ഉണ്ട്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും ഉണ്ട്. രാജ്യസഭയിൽ നിന്നുള്ളവർ ആരൊക്കെയാണ് മക്കളെ? ഒന്ന് രാജ്യസഭയുടെ അധ്യക്ഷനെ വിളിക്കൂ ഇവിടെ? ഇല്ല, രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? നമ്മുടെ ഉപരാഷ്ട്രപതിയാണ്. സോ ഉപരാഷ്ട്രപതിക്ക് ഇവിടെ റോൾ ഇല്ല. പകരം അവിടുത്തെ രാജ്യസഭയിലെ അംഗമായിട്ടുള്ള ആരുണ്ട്? രാജ്യസഭയുടെ ഉപാധ്യക്ഷനുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ ആണോ? അല്ല, ഡെപ്യൂട്ടി ചെയർമാൻ ആണ്. നമ്മൾ എവിടെയാ? ലോക്സഭയിലാണെങ്കിലാണ് ഡെപ്യൂട്ടി സ്പീക്കർ പറയുന്നത്. ഇവിടുത്തെ ചെയർമാൻ അല്ലേ, അതുകൊണ്ട് ഡെപ്യൂട്ടി ചെയർമാൻ ആണ് കേട്ടോ. അപ്പൊ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്, അതുപോലെ തന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. സോ ഇവർ 6 പേരും കൂടെ ചേർന്ന് ഇരുന്നാണ് എന്ത് ചെയ്യുന്നത്? NHRC-യിലുള്ളവരെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ വലിയ ടേബിൾ ഇട്ട് കൊടുത്തു. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടേബിൾ ആണ്. പ്രധാനമന്ത്രി ഇരിപ്പുണ്ട്, പ്രധാനമന്ത്രിയുടെ ഓപ്പോസിറ്റ് പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ട്. ഇപ്പുറത്തിരിക്കുന്ന 2 പേരും ലോക്സഭയിലുള്ള 2 പേരാണ്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും ലോക്സഭാ സ്പീക്കറുമാണ്. അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് രാജ്യസഭയിലുള്ളവരാണ്, രാജ്യസഭയുടെ ഉപാധ്യക്ഷനും രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവുമാണ്. ക്ലിയർ അല്ലേ? വലിയ പാടുണ്ടോ? ഇനി തിരിഞ്ഞു പോവോ? തെറ്റിക്കല്ലേ കേട്ടോ. ഓക്കെ, ഇനി ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ചെയർമാനായ. മലയാളിയും ചോദിക്കാറുണ്ട്. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മനുഷ്യാവകാശ കമ്മീഷനിൽ ഇരിക്കുന്നവർക്ക് എന്തുണ്ട്? പുനർനിയമനമുണ്ട്. അതായത് 70 വയസ്സ് വരെ അവർക്ക് എന്ത് ചെയ്യാം? 3 വർഷം കഴിഞ്ഞാലും വീണ്ടും ആ സ്ഥാനത്ത് തന്നെ വീണ്ടും ഒരു 3 വർഷം ഇരിക്കാം, അതിനുശേഷം വീണ്ടും ഒരു 3 വർഷം ഇരിക്കാം. പക്ഷേ 70 വയസ്സിന് ശേഷം അപ്പുറത്തോട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവർക്ക് പുനർനിയമനം ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് സംസ്ഥാന തലത്തിലേക്ക് പോകാം. സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പോകാം. ഈ നിയമത്തിൽ
നിയമത്തിലെ, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, മലയാളം എന്താണ്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഈ നിയമത്തിലെ സെക്ഷൻ 21 എന്തിന്റെ രൂപീകരണത്തെ പറ്റി പറയുന്നത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ പറ്റി പറയുന്നത്. അവിടെ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണുള്ളത്. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും ഉണ്ട്. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, നിലവിലോ അല്ലെങ്കിൽ മുൻപോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാളോ അല്ലെങ്കിൽ 7 വർഷം ജില്ലാ ജഡ്ജിയായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരാൾക്കോ എന്താകാം? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആകാൻ സാധിക്കുന്നു. നിലവിലോ മുൻപോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നതോ അല്ലെങ്കിൽ 7 വർഷമെങ്കിലും ജില്ലാ ജഡ്ജിയായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നതോ ആയിട്ടുള്ള ഒരാൾക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സൺ ആകാൻ സാധിക്കുന്നു. ഒരംഗം എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയായിരിക്കണം. ഓക്കെ, ഇനി നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഇനി ശുപാർശ ചെയ്യുന്ന കമ്മിറ്റി, നമുക്ക് വലിയ ടേബിൾ ഒന്നും ഇവിടെ ഇട്ട് കൊടുക്കണ്ട, 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ ഇട്ട് കൊടുത്താൽ മതി. സംസ്ഥാനമല്ലേ, 4 പേർക്ക് ഇരിക്കാനുള്ള ഒരു ടേബിൾ ഇട്ട് കൊടുത്തു. അവിടെ നമുക്ക് മെയിൻ ആയിട്ടും അധ്യക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും. മുഖ്യമന്ത്രിയുടെ ഓപ്പോസിറ്റ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടാകും. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓപ്പോസിറ്റ് ആരും കാണത്തില്ല കേട്ടോ. എങ്കിലും നമ്മുടെ നിയമപ്രകാരം പഠിച്ചിരിക്കുക, മുഖ്യമന്ത്രി ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ്, സംസ്ഥാനത്തെ ആഭ്യന്തര മന്ത്രി ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ നിയമസഭയല്ലേ ഉള്ളത്, അപ്പൊ നിയമസഭയിലെ സ്പീക്കർ ഉണ്ടാകും, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. ഇവർ 4 പേരും കൂടെ ചേർന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ആരെ നിയമിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇവര് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവര് രാജിക്കത്ത് കൊടുക്കുന്നത് ഗവർണറിനാണ്. PSC സ്ഥിരം ചോദിക്കുന്നതാണ്, ഇവരെ നീക്കം ചെയ്യുന്നത് ആരാണ്? സംസ്ഥാനമാണ് എന്ന് കണ്ടുകെട്ട് എല്ലാവരും പോയി ഓടിപ്പോയിട്ട് ഗവർണർ ആണെന്ന് പറയും. പക്ഷേ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ, വെറുതെ ഒന്നും പുറത്താക്കാൻ പറ്റത്തില്ല. ആര് വിചാരിക്കണം? രാഷ്ട്രപതി വിചാരിക്കണം. ഗവർണറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പൊ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് അവരുടെ കാലാവധി. ഇവർക്കും പുനർനിയമനമുണ്ട്. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് 1998 ഡിസംബർ 11 ആസ്ഥാനം തിരുവനന്തപുരമാണ്. ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് MM പരീത് പിള്ളയായിരുന്നു. ആദ്യ അംഗങ്ങൾ എന്ന് പറയുന്നത് S ബലരാമനും TK വിൽസണുമാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്, കണ്ടിട്ട് ഇതൊന്നും ചോദിക്കത്തില്ലെന്ന് കരുതരുത് കേട്ടോ. ആദ്യത്തെ അംഗങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഈ 3 പേരെ ഇട്ടിട്ട് ആദ്യത്തെ കമ്മീഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള, ആദ്യത്തെ അംഗങ്ങൾ ബലരാമനും TK വിൽസണും ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ അതാണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി നമ്മുടെ അവസാനത്തെ കമ്മീഷനിലേക്ക് പോകുന്നു, ദേശീയ വനിതാ കമ്മീഷൻ. എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്? 1992 ജനുവരി മാസം 31 നിർഭയ ഭവനാണ് അതിന്റെ ആസ്ഥാനം, ന്യൂഡൽഹിയിലാണ്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉണ്ടാകും. ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാകും. ഈ മെമ്പർ സെക്രട്ടറിയാണ് ഇവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. ഇനി നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജയന്തി പട്നായിക് ആയിരുന്നു. ആരായിരുന്നു? ജയന്തി പട്നായിക് ആയിരുന്നു. അംഗമായ ആദ്യ പുരുഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്, അത് അലോക് റാവത്താണ്. അലോക് കേട്ടോ, അലോക് റാവത്താണ് അംഗമായ ആദ്യ പുരുഷൻ. വാർഷിക റിപ്പോർട്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിനാണെന്ന് ഓർത്തിരിക്കുക. ഇനി പ്രസിദ്ധീകരണം രാഷ്ട്ര മഹിളയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ്? രാഷ്ട്ര മഹിള എന്നാണ്. ഇനി നമ്മൾ കേരള വനിതാ കമ്മീഷനിലേക്ക് പോകുന്നു. കേരള വനിതാ കമ്മീഷന്റെ രൂപീകരിച്ചത് ഡേറ്റ് 1996 മാർച്ച് മാസം 14. ആസ്ഥാനം പട്ടം തിരുവനന്തപുരത്താണ്. പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ് മക്കളെ? അത് സ്ത്രീ ശക്തിയാണ്. മറ്റേത് രാഷ്ട്ര മഹിളയും ഇത് സ്ത്രീ ശക്തിയാണ്. മാറിപ്പോകല്ലേ, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കേരളത്തിന്റെ ആണെങ്കിൽ സ്ത്രീ ശക്തി, മറ്റേതാണെങ്കിൽ രാഷ്ട്ര മഹിള. ഓക്കെ, ഇനി ഒരു ചെയർപേഴ്സണും 4ൽ കൂടാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. 4ൽ കൂടാൻ പാടില്ല. ഓക്കെ, ഇനി നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരിയാണ്. കാലാവധി ചോദിച്ചിട്ടുണ്ട്, 3 വർഷം എന്ന് പറയരുത്, 5 വർഷമാണ്. ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും കമ്മീഷനുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും കൺഫ്യൂഷൻ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. സോ അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കമന്റ് ഞാൻ ഇതിന്റെ വീഡിയോയുടെ താഴെ നോക്കും. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേപോലെയുള്ള മറ്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയാസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.